ഓക്കെ സർ. എന്താണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരാഴ്ച നമുക്ക് ഒരു വിശ്രമം, അതാണ് നമ്മൾ അങ്ങനെ കരുതിയാൽ മതി. ഒരു വിശ്രമത്തിന് ശേഷം 2 ക്ലാസ്സുകൾ മാറ്റിവെച്ചിട്ട് നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുകയാണ്. എന്താണേലും ഡോക്ടർ അനിതയുടെ ഒരു ഒരു ഈ ഇതിനോടുള്ള ഒരു താല്പര്യം മൂലമാണ് നമ്മൾ ഈ ഒരു കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ അനിതയ്ക്ക് ടെക്നിക്കലി ഉണ്ടായ ചില വിഷയങ്ങൾ മൂലമാണ് നമുക്ക് ക്ലാസ്സുകൾ കഴിഞ്ഞ ഒരു ആഴ്ച നഷ്ടപ്പെട്ടത്. അത് സാരമുള്ള കേസല്ല. നമുക്ക് ഇനിയും ഈ ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് പോകാം. എന്താണെങ്കിലും ക്ലാസ്സുകൾക്ക് മുമ്പായിട്ട് നമ്മൾ പതിവ് പോലെ നമ്മളുടെ ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഡോക്ടർ സാമുവൽ ഹനിമാൻ, ഡോക്ടർ റൈറ്റി ഡി എഡ് ഹാമർ, ഈ സയൻസ് നമുക്ക് നൽകിയ, ഈ ഹോമിയോപ്പതിയും GSKയും നമുക്ക് നൽകിയ നമ്മുടെ മാസ്റ്റേഴ്സിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ പതിവ് പോലെ തന്നെ നമ്മൾ എപ്പോഴും GSK അറിവുകൾ നേടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ് 5 ബയോളജിക്കൽ ലോസ്, 5 ജൈവിക നിയമങ്ങൾ. ഈ 5 ജൈവിക നിയമങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന, അതല്ലെങ്കിൽ ലൈഫിലുണ്ടാകുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണിത്. ആ 5 ജൈവിക നിയമങ്ങൾ ഈ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളവരെല്ലാവരും തന്നെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾക്ക് ഒരിക്കൽ കൂടി അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി ആ ജൈവിക നിയമങ്ങളിലേക്ക് പോകാം. ദ കോൺഫ്ലിക്റ്റ് എന്ന ഫസ്റ്റ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാംസ് എന്ന് GSK പറയുന്ന ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാംസ് എല്ലാം തന്നെ ഒരു കോൺഫ്ലിക്റ്റിനെ അല്ലെങ്കിൽ ഒരു സംഘർഷത്തെ തുടർന്നാണ് ഉണ്ടാകുന്നത്. ഈ സംഘർഷം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് സൈക്കിലും ബ്രെയിനിലും ഓർഗൻസിലും ഒരുപോലെ ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും സിങ്ക്രോണിസിറ്റി, സൈക്ക് ബ്രെയിൻ ഓർഗൻ സിങ്ക്രോണിസിറ്റി, ഒരു ഈ 3 അവയവങ്ങളിൽ തൊടാതെ അല്ലെങ്കിൽ ഈ 3 അവയവങ്ങളിലും ഒരുപോലെ സ്പർശിക്കാതെ ഒരു പ്രോഗ്രാമും ശരീരത്തിൽ നടക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ബോഡിയിൽ കാണുന്ന വിഷയങ്ങൾ നമ്മൾ ശരീരത്തിന്റെ രോഗങ്ങളായിട്ടാണ് എപ്പോഴും നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള സയൻസിൽ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന മനസ്സിലുണ്ടാകുന്നതിനെ സൈക്യാട്രിക് കേസസ് എന്നും ശരീരത്തിലുണ്ടാകുന്നതിനെ നമ്മൾ സോമാറ്റിക് ഡിസീസ് എന്നും, ശാരീരിക രോഗങ്ങൾ എന്നും വിളിക്കുന്നു. പക്ഷേ GSKയുടെ ഏറ്റവും വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ GSKയുടെ ഏറ്റവും വലിയൊരു അറിവാണ് രോഗങ്ങൾ അല്ലെങ്കിൽ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാംസ് എന്നുള്ളത് സൈക്കിന്റെയും അഥവാ ബോധത്തിന്റെയും ബ്രെയിനിന്റെയും നിയന്ത്രണ കേന്ദ്രമായ ബ്രെയിനിന്റെയും ഓർഗന്റെയും കൂടി ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് എന്നുള്ള ആ അറിവാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ സിങ്ക്രോണിസിറ്റി, സൈക്ക് ഓർഗൻ ബ്രെയിൻ സിങ്ക്രോണിസിറ്റി എല്ലാ കാലത്തും അല്ലെങ്കിൽ എല്ലാ സമയത്തും എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതാണ് ഫസ്റ്റ് ബയോളജിക്കൽ ലോ അഥവാ ദ കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റിനെ തന്നെ നമുക്ക് പലപ്പോഴും കോൺഫ്ലിക്റ്റ് മാസ് എന്ന ഒരു ആശയമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശക്തമായിട്ടാണ് നമ്മളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, എപ്പോഴാണ് ഉണ്ടാകുന്നത്, എത്ര സിവിയർ ആയിട്ടാണ് വരുന്നത്, അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പിടികിട്ടുന്നത്. ആ കോൺഫ്ലിക്റ്റ് മാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത് ചെറിയ പ്രശ്നങ്ങളാകാം, അതേസമയം വലിയ പ്രശ്നങ്ങളാകാം. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വരിക, ഒരു വ്യക്തിക്ക് മറ്റൊരിടത്തുനിന്ന് ഒരു വഴക്ക് പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ മർദ്ദനം. വഴക്ക് പറയുമ്പോൾ പലപ്പോഴും വാക്കുകൾ കൊണ്ടുള്ള പ്രശ്നം, പക്ഷെ വാക്കുകൾ കൊണ്ടുള്ള പ്രശ്നത്തിന് കഴിഞ്ഞ് സിവിയർ ആണ് മർദ്ദനം. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകളായിരിക്കാം വലുത്. അപ്പം ഇതെല്ലാം ഒരു വ്യക്തിയിൽ എങ്ങനെ ബാധിക്കുന്നു എന്നത് ആ വ്യക്തിയുടെ കാര്യങ്ങളെ സ്വീകരിക്കാനുള്ള പെർസെപ്ഷൻ ആണ്. അതായത് എങ്ങനെയാണ് അവർ ഈ സാഹചര്യങ്ങളെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് എടുക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഏത് രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാകുന്നത്, ഏത് രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാകുന്നതെന്ന് അങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്.
അപ്പോൾ ഇതാണ് കോൺഫ്ലിക്റ്റ് എന്ന ഫസ്റ്റ് ബയോളജിക്കൽ ലോസ്. ഇത് ഇല്ലാതെ യാതൊന്നുമില്ല. രണ്ടാമത്തേത് ബയോളജിക്കൽ ലോ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കണം. എവരി ഡിസീസ് ഹാവ് ടു ഫേസസ്. രണ്ട് ഘട്ടങ്ങളാണ് ഓരോ രോഗത്തിനും ഉള്ളത്. ഒന്നൊരു കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസും ഒന്നൊരു ഹീലിംഗ് ഫേസും, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ ഫേസും. അപ്പൊ നമ്മുടെ മുന്നിൽ എത്തുന്ന രോഗികളിൽ ഏത് തരത്തിലുള്ള ഫേസിലാണ്, അല്ലെങ്കിൽ ഇതിലെ ഏത് ഫേസിലാണ് നമ്മുടെ മുന്നിലുള്ള രോഗി എത്തിയിരിക്കുന്നത് എന്നുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. ആക്റ്റീവ് ഫേസിലാണോ? ആക്റ്റീവ് ഫേസിലാണെങ്കിൽ അതിനെ നമ്മൾ കോൾഡ് ഫേസ് എന്ന് പറയും. അതായത് ആക്റ്റീവ് ഫേസിൽ എപ്പോഴും മനസ്സിൽ ഈ ഒരു പ്രശ്നത്തിനെ പറ്റി എപ്പോഴും അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതേ വിഷയത്തെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് ഉറങ്ങാതിരിക്കുന്ന ഒരവസ്ഥ. അതല്ലെങ്കിൽ അവരുടെ മനസ്സ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കറക്റ്റ് വാക്ക് പറയുവാണെങ്കിൽ ഒരു ചഞ്ചലപ്പെട്ടിരിക്കുക. അതല്ലെങ്കിൽ മാനസികമായ ഒരു വിഷമത്തിൽ, ദുഃഖത്തിൽ, അതല്ലെങ്കിൽ ഒരു സങ്കീർണതയിലേക്ക് പോകുന്നതാണ് ആ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ശാരീരികമായ വ്യത്യാസങ്ങളും ഉണ്ടാകും. വിശപ്പ് ഇല്ലാതാകുന്നു, ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാകുന്നു. ശരീരത്തിന് കോൾഡ് ഫേസ് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. അടുത്ത ഫേസാണ് കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ്. ഹീലിംഗ് ഫേസ് എപ്പോഴും ഹീലിംഗ് ഫേസിലാണ് നമ്മൾ കാണുന്ന രോഗങ്ങൾ എന്ന് പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകുക. പനി ഉണ്ടാകുക, വേദന ഉണ്ടാകുക, മുഴകൾ ഉണ്ടാകുവാണെങ്കിൽ അത് പഴുപ്പുണ്ടാകുക, അങ്ങനെയുള്ള ഹീലിംഗ് ഫേസുകൾ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സാധാരണഗതിയിൽ സാധാരണ ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്ന ആൾക്കാരിലെല്ലാം തന്നെ ഹീലിംഗ് സ്റ്റേജിലാണ് രോഗികൾ എത്താറുള്ളത്. അതിനാൽ തന്നെ ഈ ഹീലിംഗ് സ്റ്റേജിൽ എത്തുന്നത് കൊണ്ട് തന്നെയാണ് വ്യത്യസ്ത മൊഡാലിറ്റികളും, അതല്ലെങ്കിൽ ഒരേ മൊഡാലിറ്റിയിൽ തന്നെ വ്യത്യസ്ത രീതികളിൽ ചികിത്സിക്കുമ്പോഴും രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നത്. ഇപ്പോൾ ഹോമിയോപ്പതി മേഖലയെ പ്രവർത്തിക്കുന്നവരാണ് പറയും, ചിലർ സിംഗിൾ ഡോസ് കൊടുക്കുന്നു, ചിലർ മൾട്ടിപ്പിൾ ഡോസ് കൊടുക്കുന്നു, ചിലർ മിക്സിങ് കൊടുക്കുന്നു, ചിലർ പേറ്റന്റ് മെഡിസിൻ കൊടുക്കുന്നു, ചിലർ ടിഞ്ചർ മാത്രം കൊടുക്കുന്നു, അതല്ലെങ്കിൽ ഹൈപ്പർടെൻസി മാത്രം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരിലെല്ലാം ഈ ഹീലിംഗ് ഫേസിൽ വരുന്ന രോഗങ്ങളാണ് പലപ്പോഴും മാറുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ലോ. ദ ഫസ്റ്റ് ലോ, ദ കോൺഫ്ലിക്റ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ദ ടു ഫേസ് ഓഫ് ദി ഡിസീസ്. ഏത് രോഗത്തിനും രണ്ട് ഘട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ട്. ഈ ടു ഫേസ് ഓഫ് ദി ഡിസീസിന്റെ കൂടത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ് ദ എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ഫേസിന്റെ പെട്ടെന്നുണ്ടാകുന്ന ഒരു വർധനവിനെയാണ് നമ്മൾ എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് എന്ന് പറയുന്നത്. അത് ചെറിയ ചില രോഗങ്ങളിൽ അതൊരു വൊമിറ്റിംഗ് ആകാം, ഒരു പർജിങ് ആകാം, അതല്ലെങ്കിൽ എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് എന്ന ആ വാക്കിൽ തന്നെ ചിലപ്പോൾ ഒരു ബോധം കേടിന്റെ ഒരവസ്ഥ, അതായത് പാർഷ്യൽ അൺകോൺഷ്യസ്, ചില കേസ് സ്റ്റേജിൽ വ്യക്തികൾക്ക് കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ ഒരു ട്രാൻഷ്യൻ്റ് ആയിട്ടുള്ള ഈ വിഷയങ്ങളും ചില ആൾക്കാരിൽ ഉണ്ടാകാറുണ്ട് രോഗത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചിട്ട്. എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസിനെയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നതാണ് കോമ്പസ്, GNM കോമ്പസിൽ കൃത്യമായ ഇത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും learninggmm.com അതല്ലെങ്കിൽ ഗ്ലോബൽ GSKയുടെ സൈറ്റുകളും കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് ഇനി അത് പലപ്പോഴും മുന്നോട്ട് പോകാൻ സാധ്യമാവില്ല. മൂന്നാമത്തെ നിയമമാണ് ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയേഴ്സ്. രോഗങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഏത് രോഗമാണോ വരുന്നത്, ഏത് സാഹചര്യമാണ് വരുന്നത്, ആ ജേം ലെയറിൽ മാത്രമായിരിക്കും ഉണ്ടാകുക. അത് നമ്മുടെ ശരീരത്തിന് 3 ജേം ലെയറുകൾ മാത്രമേ ഉള്ളൂ: എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. അപ്പോൾ എക്ടോഡേം ഒരു പ്രത്യേക രീതിയിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ പ്രവർത്തിക്കും, കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കും. എക്ടോഡേമിലാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ ലോസ് ഓർ അൾസറേഷൻസ് ഉണ്ടാവും ശരീരത്തിൽ, എക്ടോഡേം ഉള്ള എല്ലാ ഭാഗത്തും. ഹീലിംഗ് ഫേസിൽ സെൽ റീപ്ലേനിഷ്മെന്റും ഉണ്ടാകും. എൻഡോഡേം ആണെങ്കിൽ നേരെ തിരിച്ചാണ്. എൻഡോഡേമിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ അഡീഷൻ ഓർ സെൽ പ്രോലിഫറേഷൻ ഉണ്ടാകും. അതിന് നമ്മൾ മുഴകൾ എന്ന് പറഞ്ഞാൽ ട്യൂമർ ഫോർമേഷൻ. സോ whenever there is a tumor formation and when the tumor is still growing,
എന്നാൽ ആ മുഴ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലാണ്. അത് എൻഡോഡെർമൽ ടിഷ്യൂസിനകത്തെല്ലാം കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെല്ലുകൾ വളരുകയാണ്. അതിന്റെ ഹീലിംഗ് ഫേസിൽ സെൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അൾസറേഷൻ ഉണ്ടാകുന്നു. അൾസറേഷൻ ഓർ അതിനോടൊപ്പം ബ്ലീഡിങ്ങും പെയിനും എല്ലാം ഉണ്ടാകുന്നു. സാധാരണഗതിയിൽ എൻഡോഡെർമൽ സെൽസ് ശരീരത്തിന്റെ ഉള്ളിലായതിനാൽ അഡിനോകാർസിനോമ എന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഏത് എൻഡോഡെർമൽ സെൽസ് വന്നു കഴിഞ്ഞാൽ അഡിനോമ ഓർ അഡിനോകാർസിനോമ. അഡിനോമ എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ ബെനൈനാണ്. അഡിനോകാർസിനോമ എന്ന് പറയുമ്പോൾ അതിനെ മലിഗ്നന്റ് ആയിട്ട് കാണും. പക്ഷെ ബിനൈൻ ആണ് മലിഗ്നന്റ് ആണ് എന്നുള്ള അവസ്ഥ നമ്മളുടെ ആധുനിക അല്ലെങ്കിൽ കൺവെൻഷണൽ മെഡിസിനകത്ത് ബിനൈൻ ഓർ മലിഗ്നന്റ് എന്ന ഒരവസ്ഥ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. GSKയിൽ അങ്ങനെ ഒരു അവസ്ഥയെ തിരിച്ചിട്ടില്ല. കാരണം ഈ ബിനൈനെയും മലിഗ്നന്റിനെയും തിരിച്ചറിയുന്നത് റേറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുകൾ എത്രമാത്രം ശക്തിയിൽ, എത്രമാത്രം സ്പീഡിലാണ്, എത്രമാത്രം ഇന്റൻസിഫൈഡ് ആയിട്ടാണ് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻസ് ഓഫ് സെൽസ്. ആ അവസ്ഥയിലാണ് അതിനെ നമ്മൾ മലിഗ്നൻസി അല്ലെങ്കിൽ ബിനൈൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഫൈബ്രോമ, അഡിനോമ ഉണ്ടാകാം, അഡിനോകാർസിനോമ ഉണ്ടാകാം. ഇപ്പം കോളോണിലാണെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രിയിലാണെങ്കിലും ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ടായാൽ അതെല്ലാം ഒരു ബിനൈൻ ട്യൂമേഴ്സ് എന്നറിയപ്പെടുന്നു. അതിനോടൊപ്പം അത് മലിഗ്നന്റ് ആണെങ്കിൽ അഡിനോകാർസിനോമ. അപ്പൊ ഒരു സെല്ലിൽ ഒരു ബയോപ്സിയിൽ മാത്രമേ ഇത് തിരിച്ചറിയാൻ നിലവിൽ സാധിക്കുള്ളൂ. പക്ഷേ GSK അറിവിൽ സെല്ലുകളിൽ ഓർഗനിൽ, ഏത് ഓർഗനിലാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രെയിനിൽ ഒരു CT സ്കാനിൽ ഇതിനെ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതിനെ റീഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു CT സ്കാനിൽ കൂടി, അത് ഏത് ബ്രെയിൻ സ്റ്റെമ്മിലോ അല്ലെങ്കിൽ സെറിബെല്ലത്തിലോ, അതല്ലെങ്കിൽ സെറിബ്രൽ മെഡില, സെറിബ്രൽ കോർട്ടക്സ്, ഇത്രയുമാണ് നമ്മുടെ ഈ കൺട്രോൾ സെന്ററുകൾ. ഇത് കാണാൻ സാധിക്കുന്നത് അവിടെ മാത്രമാണ്. അടുത്തത് മൂന്നാമത്തെ നിയമമാണ് നമ്മളിപ്പോ പറഞ്ഞ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജെം ലെയേഴ്സ്. നാലാമത്തെ നിയമമാണ് ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. ഏത് ജെം ലെയറിലാണ് കംപ്ലൈൻറ്റ്, അല്ലെ ഏത് ജെം ലെയറിലാണ് സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോബ്സിനെയും ശരീരം നിയന്ത്രിച്ച് വളർത്തുന്നു. അതാണ് GSKയുടെ അറിവ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം ഇതാണ്: ഒരു എൻഡോഡെർമൽ സെൽസിൽ ഒരു അഡിനോമ ഉണ്ടാകുമ്പോൾ അഡിനോമ വളർത്തുന്നതിനോടൊപ്പം എൻഡോഡെർമൽ സെൽസിൽ ഫംഗസിനെയും ബ്രെയിൻ സ്റ്റം വളർത്തുന്നു. കാരണം എൻഡോഡെർമൽ സെൽസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ സ്റ്റം ആണ്. ആ ബ്രെയിൻ സ്റ്റം അവിടെ ഇത് എപ്പോഴാണോ കോൺഫ്ലിക്റ്റ് മാറി അല്ലെങ്കിൽ ആക്റ്റീവ് ഫേസ് മാറി ഹീലിംഗ് ഫേസ് ഉണ്ടാകുമ്പോൾ ഈ ഉണ്ടായ അഡീഷണൽ സെൽസിനെ എല്ലാം അൾസറേറ്റ് ചെയ്ത് നശിപ്പിക്കുന്നതിനായി ഫംഗസിനെയും കൂടി ബ്രെയിൻ വളർത്തുന്നു. അത് GSKയുടെ ഏറ്റവും വിപ്ലവകരമായ ഒരു അറിവാണ്. മൈക്രോബ്സ് എന്നത് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പം മൈക്രോബ്സിനെ കൺട്രോൾ ചെയ്യുന്നതും ശരീരത്തിലെ ബ്രെയിനാണ്. അത് എൻഡോഡെർമിൽ ഫംഗസ് ആണ്, എക്ടോഡെർമിൽ വൈറസ് ആണ്, മീസോഡെർമിൽ ബാക്ടീരിയ. മീസോഡെർമിന് 2 ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ റൈറ്റിംഗ്സിൽ കൂടി, നമ്മുടെ നമ്മുടെ ക്ലാസ്സുകളിൽ കൂടി അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് 5ാമത്തെ നിയമമായ ക്വിൻറ്റിസെൻസ്, അതല്ലെങ്കിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് ഈ പ്രോഗ്രാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ സിസ്റ്റത്തിലും, മറ്റുള്ള എല്ലാ മെഡിക്കൽ സയൻസുകളിലും ഒരു കംപ്ലൈന്റ് ഉണ്ടാകുന്നത് നമ്മളെ നശിപ്പിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ജീവിയെ നശിപ്പിക്കുന്നതിനായിട്ടാണ് എന്ന് പറയുമ്പോൾ GSK അറിവുകൾ അല്ലെ GNM അറിവുകൾ പറയുന്നത് ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, ഒരു സാഹചര്യത്തിൽ നിന്നും, ഒരു ജീവിക്ക് ജീവിത സംഘർഷങ്ങളിൽ നിന്നും നേരിടുന്നതിനായിട്ടാണ് ഈ പ്രോഗ്രാംസ് ഉണ്ടാകുന്നത് എന്നതാണ്. ഇതാണ് 5 ജൈവിക നിയമങ്ങൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു.
ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാമെന്ന് ആരെങ്കിലും മുൻകൂട്ടി പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി ഏറ്റവും ആധികാരികമായിട്ട് റെഫർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ആരും തന്നെ പ്രത്യേകിച്ച് റെസ്പോണ്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏതെങ്കിലും ആൾക്കാർക്ക് ഏതെങ്കിലും അവരുടെ സംശയങ്ങളായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാംസിനെ പറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് സംസാരിക്കാം. അതിന് നിങ്ങളൊരു വേണമെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ വരികയോ അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയോ ചെയ്താൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ 3 കേസ് പറയുകയാണ് ഉള്ളത് ഇന്ന്. എൻ്റെ ലക്ഷ്യം അതാണ്. കാരണം നമ്മുടെ സമയം നമുക്ക് വിനിയോഗിക്കണമല്ലോ. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. നമുക്കൊരു 30 സെക്കൻഡ് അതിനായിട്ട് മാറ്റി വെക്കാം. ഡോക്ടറെ പറഞ്ഞോളൂ ഡോക്ടർ. സുഖം പറഞ്ഞോളൂ ഡോക്ടറെ. ശരിക്കും സുഖമില്ല. അപ്പൊ സുഖക്കേടിന്റെ കാരണം എന്താന്നുള്ളതൊന്ന് പറയണമെന്നുണ്ട്. എന്തായാലും ഡോക്ടർ കേസ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ അല്ല ഇപ്പം പറയണോ? ഇപ്പൊ പറഞ്ഞോളൂ. നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. കാരണം എപ്പോഴും നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ മുന്നിലോട്ട് ഒരാൾ വരുന്നത്. നമ്മൾ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. ഞാനൊരു കേസ് പറയുമ്പോൾ ആ കേസിനെ പറ്റി കൂടുതൽ സംസാരിക്കില്ലേ പിന്നെ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞോളൂ. അപ്പൊ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഓക്കെ. അപ്പം 3 ദിവസം മുമ്പേ എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചപ്പം അയാളെ വീട്ടില് ശവം കാണാൻ പോയി. അപ്പൊ ഒരു 72 വയസ്സുള്ള ഒരാളാണ്. അയാൾ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടാണ് അയാൾ മരണപ്പെട്ടത്. അപ്പൊ അവിടെ പോയി ഞാൻ അയാളെ കണ്ടു, കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു, തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ നമ്മളെ പുതിയ 6 ട്രാക്ക് വഴിയില് അല്ലെങ്കിൽ 6 പാത ഉണ്ടാക്കുന്നതിന്റെ അപ്രോച്ച് റോഡില് ഒരു ആക്സിഡന്റ് നടന്നിട്ട് ഒരാള് റോട്ടുമില് ഇങ്ങനെ അരഞ്ഞു കിടക്കണം. അപ്പം ആൾക്കാരൊക്കെ തന്നെ ആ റോഡ് വിട്ടിട്ട് ട്രാഫിക് വയലേറ്റ് ചെയ്തിട്ട് അപ്പുറത്തെ അപ്രോച്ച് റോഡ് കൂടെ അങ്ങോട്ട് പോവുക. കാരണം അവർക്ക് പേടി ഇതിലേ പോകാൻ വേണ്ടിയിട്ട്. ഇയാൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സീൻ അധികം സമയമായിട്ടില്ല. അപ്പൊ ഞാൻ ആ ട്രാഫിക് വയലേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ശവത്തിന്റെ അടുത്ത് കൂടെ പോകുമ്പം എനിക്ക് പെട്ടെന്നൊരു 2-3 കോൺഫ്ലിക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്കുണ്ടായി. ഒരു വികാരങ്ങൾ ഉണ്ടായി. ഒന്നുണ്ടായത് എന്താ വെച്ചാല് എനിക്ക് ഭയം തോന്നി, ഭയങ്കരമായിട്ട് ഭയം തോന്നി. രണ്ടാമത് ആ ശവത്തിന്റെ അടുത്തെത്തിയപ്പം എനിക്ക് അറപ്പ് തോന്നി ഭയങ്കരമായിട്ട്. കാരണം ഇയാളെ പല ദ്രാവകങ്ങളും അവിടെ ഇങ്ങനെ ചെതറിക്കിടക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ പോയി. വളരെ ക്ലോസ് ആയി വന്നപ്പോൾ എനിക്ക് വേറൊരു ഭയം കൂടി ഉണ്ടായി. ഇയാളെ സോളിൽ ആത്മാവിന്റെ ദേഹത്തേക്ക് ഞാൻ കയറുമോ എന്നൊരു ഭയം കൂടി ഉണ്ടായി. ഈ 3 ഭയമായിട്ട് ഞാൻ കുറച്ച് ഒരു 1-2 കിലോമീറ്റർ അങ്ങോട്ട് പോയതോട് കൂടിയിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ആ സമയത്ത് തന്നെ എനിക്ക് ഒന്ന് ഛർദിക്കാൻ ഒരു ഓക്കാനം പോലെ തോന്നി. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ മനസ്സിലാക്കുകയും ഞാൻ മനസ്സുകൊണ്ട് പറയുകയാണ്, മരണം സ്വാഭാവികമാണ്, അയാളെ സമയം എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അയാൾ മരിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്തായാലും ഒരു ദാരുണമായിട്ടുള്ള ഒരു രംഗം അതിന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോണില്ല. ഞാൻ വീട്ടിലൊക്കെ എത്താനായപ്പോഴത്തേക്ക് എനിക്ക് എന്താ വെച്ചാല് ഒരു ഛർദിക്കാൻ തോന്നാം, വയറ്റിൽ എന്തോ ബുദ്ധിമുട്ട്, എനിക്ക് ഭക്ഷണം കഴിക്കണം തോന്നില്ല, ഛർദിക്കാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ത്രോട്ടില് എന്തോ ഒരു ഇറിറ്റേഷൻ വരിക. ഇറിറ്റേഷൻ വന്നിട്ട് രാത്രി ഞാൻ അത് കുറച്ച് ഭക്ഷണം കഴിച്ച് എന്നിട്ട് കിടന്നു കഴിഞ്ഞപ്പം എനിക്കൊരു പനിക്കുന്ന പോലെ ചെറുതായിട്ട് ഫീൽ ചെയ്യുക, ഒരു സുഖമില്ല. അതേപോലെ തന്നെ എൻ്റെ ത്രോട്ടില് കൂടുതലായിട്ട് ഡിസ്ചാർജ് ഉണ്ടാവുന്ന പോലെ ഒരു കിച്ച് കിച്ച് അനുഭവം. പിറ്റേന്നും അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അപ്പൊ മിഞ്ഞാന്നുണ്ടായ ഒരു ഇതാണ്. ഇന്നലെ അതേപോലെ തന്നെ ആ അനുഭവം അതേപോലെ തന്നെ മുന്നോട്ട് പോയി. വലിയൊരു വിശപ്പൊന്നും ഉണ്ടായില്ല, ഞാൻ വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചുള്ളൂ. ഈ അനുഭവം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് ഇന്നായപ്പോഴത്തേക്ക് അത് ഒരു ഡിസ്ചാർജ് ആയിട്ട്, മൂക്കുന്ന ഡിസ്ചാർജ് ഉണ്ട്, ഒരു പനിക്കുന്ന ഫീലിംഗ്, വയറ് ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്, പക്ഷെ അത് കൂടുതലായിട്ട് ഒരു മൂക്കൊലിക്കുകയും പനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്ര ലക്ഷണമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക്
ഞാൻ ഓൾറെഡി ശശിധരൻ ഡോക്ടറോട് ഇതിനെ പറ്റി സംസാരിച്ചുകൊണ്ട് കുറച്ച് ഇൻഫർമേഷൻസ് തന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്. അപ്പം ഇങ്ങനത്തെ ഒരു കേസിൽ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഇത്ര വേഗം ഇപ്പൊ നമുക്ക് ഒരു എക്ടോഡേമിലാണ് അത് ഉണ്ടായതെങ്കിൽ അവിടെ നമുക്ക് അറിയാം ആദ്യം തന്നെ ഒരു അൾസറേഷൻ ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ സെൽ ഡിപ്ലീഷൻ ആണ് ഉണ്ടാവുക, അതിനുശേഷം സെൽ ഗ്രോത്ത് ആണ് ഉണ്ടാവുക അതിന്റെ ഹീലിംഗ് ഫേസിൽ. അപ്പം ഒരു അതായത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ആയിരിക്കും ഞാനിപ്പം കൈകാര്യം, ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഇപ്പം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നത് എന്നല്ല എനിക്ക് ചെറിയൊരു സംശയം തോന്നാം. കാരണം അതൊരു ആക്റ്റീവ് ഫേസിലാണോ ഇല്ലെങ്കിൽ ഒരു ഹീലിംഗ് ഫേസിലാണോ എന്നൊക്കെയൊരു സംശയം തോന്നിയിട്ടുണ്ട്. അതാ ഇപ്പൊ എന്റെ മനസ്സിലുള്ള സംശയം. താങ്ക് യു. ഓക്കെ, എല്ലാവരും കേട്ടെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്താണ് ഡോക്ടർക്ക് സംഭവിച്ചത് എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഫിയർ ഡിസ്ഗസ്റ്റ് എന്ന കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടായത്. ഒരു അപകടം കണ്ടു, ആ അപകടത്തിനോടൊപ്പം ഫിയർ, ഭയമുണ്ടായി, ഫിയർ ഡിസ്ഗസ്റ്റ് ഉണ്ടായി, അതിനോടൊപ്പം ത്രോട്ടിൽ വന്നു. അപ്പൊ ത്രോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇത് പെട്ടെന്ന് പുള്ളിക്ക് ഡിഗ്ലൂട്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ വിഴുങ്ങാൻ സാധിച്ചില്ല. അപ്പം ആ അവസ്ഥയിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഫിയർ ഡിസ്ഗസ്റ്റ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ്. സാധാരണഗതിയിൽ ഫിയർ ഡിസ്ഗസ്റ്റ് വരുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും അത് ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ലെവലിലേക്ക് തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു അവസ്ഥയൊന്നും ഡോക്ടർക്ക് ഉണ്ടായില്ല. അത് ഉടൻ തന്നെ ദേവാനന്ദ ഡോക്ടർ ആ സാഹചര്യത്തെ ഹീൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ദേവാനന്ദിന് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ കോൺഫ്ലിക്റ്റ് റിസോൾവിങ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ഫേസിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അവിടെ ത്രോട്ടിൽ താൽക്കാലികമായിട്ട് ഉണ്ടായ വിഷയങ്ങൾ മൂലം ഒരു കുറേശ്ശ ഉണ്ടായി. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയ പനി ഉണ്ടായിരുന്നിരിക്കണം, ആ പനി വന്നു, അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം അതുകൊണ്ടാണ് ഒമിറ്റ് ചെയ്യാൻ, അതായത് അതിന്റെ ഒരു എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ്, ഒമിറ്റ് ചെയ്യണമെന്നൊരു തോന്നൽ അല്ലെങ്കിൽ നോസിയ എന്ന ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷെ ഈ പ്രശ്നങ്ങളെ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു വിപരീത സാഹചര്യമാണ്. പക്ഷേ ഡോക്ടർ ദേവാനന്ദ് അതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തു. പക്ഷെ ചില ആൾക്കാരിലാണെങ്കിൽ പിന്നെ 2-3 ദിവസത്തേന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, അതല്ലെങ്കിൽ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് അവർ ഒരു വളരെ വിഷമകരമായ, അതല്ലെങ്കിൽ അത്ര സുഖകരമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ഇവിടെയാണ് ഈ നോളജ് ഡോക്ടറെ എത്രമാത്രം സഹായിച്ചു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഒരു ഫിയർ ഡിസ്കസ്ഡ് എന്ന ആ സിറ്റുവേഷൻസ് ആണ് അവിടെ ഉണ്ടായത്. അതാണ് എന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്. അതല്ല കൂടുതലായിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം ഡോക്ടർ വർഗീസ് നമ്മുടെ ഒപ്പം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം. വേറെ ആരും ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ ഡോക്ടർ വർഗീസ് സംസാരിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ദേവാനന്ദ ഡോക്ടറെ നമുക്കൊരു പേഷ്യൻ്റായിട്ട് കണക്കാക്കാം. അപ്പോൾ അദ്ദേഹം ഈ GHK ക്ലാസ്സിൽ വരാൻ തുടങ്ങിയതാണ് അതിൻ്റെ ഒരു കുഴപ്പമായത്. പുള്ളി ആദ്യമേ തന്നെ അതിൻ്റെ GNM കോസേഷൻ അല്ലെങ്കിൽ GNM എക്സ്പ്ലനേഷൻ ആദ്യം തന്നെ പറഞ്ഞിട്ടാണ് പിന്നെ സിംറ്റത്തിലേക്ക് പോയത്. പേഷ്യൻ്റ് വന്നിട്ട് അങ്ങനെയല്ല പറയുക, ഇവിടെ ഡോക്ടറായി പോയതാണ് പ്രശ്നം. അപ്പോൾ പേഷ്യൻ്റ് വന്നിട്ട് പറയുന്നത്, ഡോക്ടറെ എനിക്കൊരു പനി പോലെ തോന്നുന്നു. അപ്പോൾ ഡോക്ടർ ചോദിക്കും എന്ത് പറ്റി? അതെനിക്ക് വയറ്റിലൊരു സുഖമില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. പിന്നെ എന്താ ഉള്ളത്? മൂക്കിൽ നിന്ന് ഒഴുകുന്നു. പിന്നെ എന്താ ഉള്ളത്? തൊണ്ടയ്ക്ക് കിച്ചുണ്ട്. അപ്പോൾ 3 അവയവങ്ങളിലാണ് നമ്മൾ ഈ സിംറ്റം കാണുന്നത്. അപ്പോഴാണ് ഡോക്ടർ GHK എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർ ശശിധരനും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും അത് പറയാൻ സാധിക്കും എന്താണ് 3 സിസ്റ്റത്തിൻ്റെ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ചോദിക്കും എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഇത് ഡോക്ടർ ദേവാനന്ദ് ഹിസ്റ്ററി കൊണ്ട് പറയും. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ, ഛർദ്ദിക്കാൻ തോന്നുന്നു. അന്നേരം മുതൽ തുടങ്ങി ഛർദ്ദിക്കാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അറിവ്, ഇത് ഞാൻ മനസ്സിലങ്ങനെ കൊണ്ടുനടന്നു കഴിഞ്ഞാൽ അതത്ര നല്ലതല്ലല്ലോ എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ട് അത് റിസോൾവ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ പോസിറ്റീവായിട്ട് ശ്രമിച്ചു എന്നുള്ളത് തീർച്ചയാണ്. ഇല്ലേ ദേവാനന്ദ്? അതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിന് റിസോൾവ് ചെയ്യും.
അതുകൊണ്ടാണ് ഈ മനം മറിഞ്ഞു വരിക എന്ന് പറയുന്നത്, അത് റിസോൾവ് ചെയ്യുന്ന സ്റ്റേജിലാണ്. എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ആണ്, ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹീലായി. അത് ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്റ്റ് ആണ്. എനിക്കത് കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ആരാ ഈ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചത്? ഇയാളെന്താ ഇതിൽ വന്നത്? ഇയാൾക്കെന്താ ഇങ്ങനെ ആരും വന്ന് എടുത്തില്ലല്ലോ? അയാളെ രക്ഷിക്കാൻ വന്നില്ലല്ലോ? പോലീസ് വന്നില്ലല്ലോ? അയാളെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് അതിനെ ഇൻഡൈജസ്റ്റബിൾ മോർസൽ എന്ന് പറയുന്നത്. പിന്നെ ത്രോട്ടിലുണ്ടാകുന്നത് ആ ആ ആ സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ അറപ്പ് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ അറപ്പ് തോന്നുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷൻ എന്തൊക്കെയോ അവിടെ വീണ് കിടക്കുന്നു, എണ്ണയുണ്ടായിരുന്നു, അഴുക്കുണ്ടായിരുന്നു, രക്തം ഉണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും, പലതും ചത്ത് അല്ലെങ്കിൽ അരിഞ്ഞ് ഇത്. അപ്പോൾ അത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യണം, എൻ്റെ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് കളയണം. അപ്പോൾ ആ ഒരു തോന്നൽ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഫാരിങ്സിലുള്ളത്. ഹീ ഈസ് നോട്ട് ഏബിൾ ടു സ്വാളോ ഇറ്റ്. അപ്പോൾ അതാണ് ത്രോട്ടിലെ പ്രശ്നം. പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പുള്ളിക്കാരന് തോന്നിയ സ്റ്റിങ്ക് കോൺഫ്ലിക്റ്റ് ആണ് മൂക്കിലെ ഡിസ്ചാർജ് വന്നത്. അതും ഹീലിംഗ് ആണ്. മൂന്നും ഹീലിംഗ് ആണ്. ഡയറി അല്ലെങ്കിൽ വൊമിറ്റിംഗ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്റ്റ് വിത്ത് ടെറിട്ടോറിയൽ ആങ്കർ. ഇപ്പോൾ സ്റ്റൊമക്കാണ് ഈ പറയുന്ന ഈ ആൻറ്റി പെരിസ്റ്റോസിസ് നടത്തി വൊമിറ്റിങ്ങിലേക്ക് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 പ്രോഗ്രാമിനനുസരിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യമേ തന്നെ ഹിസ്റ്ററി പറയുന്നതോടുകൂടി നമുക്ക് പേഷ്യൻ്റ് വന്നിട്ട് അങ്ങനെയല്ല പറയുക. നമ്മൾ ഡോക്ടർ ചോദിക്കുമ്പോഴാണ് എന്താ സംഭവിച്ചത്, എപ്പോഴാണ് തുടങ്ങിയത്, ഇന്നലെയാണ് തുടങ്ങിയത്, അപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് രോഗി പറയും. അപ്പം നമുക്കതെല്ലാം കൂടെ ചേർത്ത് വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ ബ്ലഡ് ഷുഗർ കൂടുന്നത് ഒരു ചെറിയ ഡിഫറൻസ് പറയുവാണ്. ഫിയർ ഡിസ്ഗസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ കേസിലാണ്. എനിക്കറിയാവുന്നിടത്തോളം നല്ല ഒരു മാനാണ് ഡോക്ടർ ദേവാനന്ദ്. അതുകൊണ്ട് അദ്ദേഹത്തിന് റെസിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ഷുഗർ കൂടുന്നത്. അതുകൊണ്ട് ഫീമെയിൽസിനാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ ഇൻക്രീസ് വരുന്നത്, ഫിയർ ഡിസ്ഗസ്റ്റ് വരുന്നത്. മെയിൽസിന് എപ്പോഴും റെസിസ്റ്റൻസ് ആണ്. ഇവിടെ റെസിസ്റ്റൻസ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. ബ്ലഡ് ഷുഗർ കൂടുകയല്ല, പുള്ളിക്കാരൻ അത് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഹി ഹാസ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയി. ഫീവർ വന്നതോടുകൂടി അത് കംപ്ലീറ്റ് ആയി എന്നർത്ഥം. അല്ലെങ്കിൽ ആ ഫീവറിനെ ആ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ അത് പുറത്ത് കിടക്കാൻ പറ്റും. സോ ഹൗ ബോഡി ഈസ് ഹീലിംഗ് എ പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ് which was unexpected, which you didn't share with many, and it was so intense. It was all about the death of a person. ഇത്രയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. പെട്ടെന്ന് എനിക്ക് ഫിയർ ഡിസ്കസ്റ്റ് അങ്ങ് വന്നതാണ്. ശരിയാണ്, ഡോക്ടർ പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. എന്താണേലും നമ്മളിപ്പം ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു വിഷയം ഇപ്പം രോഗി പറയുന്നതല്ലാതെ ഒരു ഡോക്ടർ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ഹിസ്റ്ററി ആദ്യമേ കിട്ടുകയും കംപ്ലൈന്റ് രണ്ടാമതാകുകയും പോയത്. അപ്പൊ ഇതാണ് നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത്. ഈ രീതിയിലുള്ള ഒരു ടോക്കുകൾ നമുക്ക് ഓരോ വ്യക്തികൾക്കും നമ്മളുടെ സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങൾ, അതല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ പറയാൻ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ പറയുന്നതിനായിട്ട് ഒരു 5-10 മിനിറ്റ് സമയം ഞാൻ തരാം. അതിനുള്ളിൽ ഞാൻ ഒരു കേസ് പറയാൻ പറ്റും. 55 വയസ്സുള്ള ഒരു ലേഡി ഡയഗ്നോസ്ഡ് ആണ്, CA ടങ്, കാർസിനോമ ടങ് എന്ന് ഡയഗ്നോസ് ചെയ്തു. വലതുവശത്തെ ടങ്ങിലാണ് കാർസിനോമ ഉണ്ടായത്. ഈ രോഗി ശരിക്കും ഒരു 6 മാസം മുമ്പാണ് എന്നെ വിളിച്ചത്. അപ്പൊ അന്ന് ആദ്യമേ അവര് ഇടുക്കി ജില്ലയിൽ നിന്നും വിളിച്ച സമയത്ത് അവരുടെ വായിൽ നല്ലപോലെ ഒരു മുഴയുണ്ടായിരുന്നു. ആ മുഴ ഒരു അടുത്ത ഹോസ്പിറ്റലിൽ പോയി ബയോപ്സി എടുത്തപ്പം അത് കാർസിനോമയാണ്, ക്യാൻസർ ആണ് എന്ന് മനസ്സിലാക്കുകയും, അപ്പം മുഴ ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അപ്പോൾ എന്നെ ആദ്യമേ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പം വളരെ വലിപ്പം കൂടുതലുള്ള ഒരു മുഴ, അത് സാധാരണഗതിയിൽ എന്ത് ആകും, ഞങ്ങൾക്കോട് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, RCC പോകാനായിട്ടായിരിക്കുന്നത്. അപ്പം ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത കേസ് ആയതിനാൽ പെട്ടെന്ന് ഈ മുഴ മാറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു ഫോണിൽ എന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പം ഈ രോഗിയുടെ ഒരു ബന്ധുക്കാരാണ് എന്നെ വിളിക്കുന്നത്, രോഗി നേരിട്ട് വിളിച്ചിരുന്നില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ വരിക, അതല്ല നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ പറ്റി സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സർജറിക്ക് പോകാം
എന്ന് ഞാൻ അവരവരുടെ ഇഷ്ടത്തിന് തന്നെ വിട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 3 സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്: സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ. ഇത് 3ഉം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സർജറി ആദ്യമേ സജസ്റ്റ് ചെയ്തു. അപ്പം ഞാനപ്പോൾ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളൂ, അതിനുശേഷം നിങ്ങൾ റേഡിയേഷൻ കീമോതെറാപ്പി നടത്തണം. സോ അവര് സർജറിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവര് റേഡിയേഷനോ കീമോതെറാപ്പിയോ നടത്താതെ RCCയിൽ നിന്നും ഡിസ്ചാർജ് ആയി എൻ്റെ അടുത്ത് വന്നു. അത് 1/8/2025 എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അവരുടെ റൈറ്റ് സൈഡിലുള്ള നാക്കിന്റെ ഒരു ഭാഗം റിമൂവ് ചെയ്തിരുന്നു. നാക്കിലൊരു വലിയ മുഴ. ആ മുഴ അവർ പറഞ്ഞ അനുസരിച്ചിട്ട്, അപ്പൊ ഞാൻ അതിനു മുമ്പ് രോഗിയെ കാണാതിരുന്നതിനാൽ അവർ പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ അത് വളരെ ഇച്ചിരി വലിപ്പം കൂടുതലായിരുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമേ ഇത്രയും വളർച്ച ഉണ്ടാകാനുള്ള കാരണം, അത്രയും നിന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ സഡൻ ആയിട്ടാണ് വളർന്നത്. ചെറിയ തടിപ്പുണ്ടായപ്പോൾ തന്നെ അവർക്ക് സംശയം നിന്നു. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു. അപ്പൊ അവർക്ക് പിന്നെ വായില് ചവയ്ക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെ ഒരു വിഷമം ഉണ്ടായ സമയത്തിലാണ് സർജറിക്ക് വേണ്ടി പോയത്. പക്ഷെ സർജറി നടത്തിയത് വളരെ ഭീകരമായ ഒരു സർജറിയായിരുന്നു നടത്തിയത്. കാരണം നാക്കിന്റെ ഒരു കംപ്ലീറ്റ് ഒരു വശം മുറിച്ചു മാറ്റി. അതിനോടൊപ്പം റൈറ്റ് സൈഡിലെ ജോ ബോൺസും പല്ലും ഒരു ഭാഗം എല്ലാം കംപ്ലീറ്റ് മുറിച്ചു മാറ്റി. ഒരു വളരെ എന്താ പറയുക, കാഴ്ചയിൽ തന്നെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് തിരിച്ചെത്തിയത്. അപ്പൊ അതിനുശേഷം അവർ പറഞ്ഞു, സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അടുത്തത് റേഡിയേഷൻ ആണ്. ആ റേഡിയേഷനും നൽകി കഴിഞ്ഞതിന് ശേഷമാണ് കീമോതെറാപ്പി. അത് ഏത് വഴിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണേലും ഞാൻ അവരെ സമ്മതിച്ചില്ല. സർജറിക്ക് ശേഷം തന്നെ അവർ എൻ്റെ അടുത്തെത്തി. അപ്പൊ ഞാൻ കുറച്ച് ദിവസം അവർക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തു വിട്ടു. അപ്പോൾ 1/8 എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ അവരോട് ആദ്യത്തെ ദിവസം സംസാരിച്ചപ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. വായിക്കൂടി എല്ലാം ഇങ്ങനെ ഉമിനീര് ഒഴുകി, സംസാരിക്കുന്നതിനും ഒരു വശം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി. ഇവിടെ എല്ലാം ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നു. അപ്പം കഴുത്തിലുള്ള സോഫ്റ്റ് ടിഷ്യൂസിന്റെ എന്തോ ഭാഗമാണ് നാക്കിൽ മുറിച്ചു മാറ്റിയ നാക്കിന് പകരമായിട്ട് വെച്ച് പിടിപ്പിച്ചത്. ഞാൻ ഇങ്ങനെ ഈ സമയത്ത് ഓർക്കുകയാണ്, ഒരു 3-4 വർഷം മുമ്പ് മദ്രാസിൽ നിന്നൊരു കേസ് എൻ്റെ അടുത്ത് വന്നിരുന്നു. മദ്രാസിൽ ഓപ്പറേഷൻ ചെയ്തതാണ്. അത് നാക്കിലാണ്. നാക്കിൽ തന്നെ സെയിം കാർസിനോമ ഉണ്ടായതാണ്. അവര് നെക്കിന്റെ ഒരു ഭാഗമാണ് നാക്കിലേക്ക് മുറിച്ച് മാറ്റിയതിന് ശേഷം അവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു മെയിൽ പേഷ്യന്റ് ആയിരുന്നു. ഈ മെയിൽ പേഷ്യന്റിന് നാക്കിലെന്നും മീശ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തൊണ്ടയുടെ ഒരു ഭാഗം മുറിച്ച് നാക്കിലേക്ക് വെച്ച് പിടിപ്പിച്ചപ്പോൾ നാക്കിന്റെ ആ ഭാഗത്ത് മീശ വളർന്നു. അപ്പൊ ആ വ്യക്തിക്ക് അതെന്നും ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ആ പേഷ്യന്റിനെ ഒന്നും ദീർഘകാലം എൻ്റെ അടുത്ത് നിന്നില്ല. അതൊരു 5-8 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഈ പേഷ്യന്റിന് എനിക്ക് ചികിത്സിക്കാൻ സാധിച്ചു. അപ്പൊ അവരോട് ഞാൻ ഇനി കീമോതെറാപ്പിക്കോ റേഡിയേഷൻസിനോ ഒന്നും പോകേണ്ടതില്ല, എന്താണ് അവരുടെ പ്രശ്നമെന്ന് ഞാൻ അവരോട് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അവർക്ക് സംസാരിക്കാൻ പോലും മേലാത്ത ഒരു സാഹചര്യത്തിൽ അതിന് കുറച്ച് മെഡിസിനൊക്കെ നൽകി വിട്ടു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചൊക്കെ അവർക്ക് മിണ്ടാനും പെയിനും ഒക്കെ കുറഞ്ഞു. അവരുടെ സ്റ്റിച്ച് എല്ലാവരും എടുത്ത് വന്നു കഴിഞ്ഞിട്ട് അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരുടെ ഒരു പ്രോബ്ലം എനിക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വീട്ടിൽ അവരുടെ സ്ഥലത്ത് അവർക്ക് ഭർത്താവ് മരിച്ചു. 55 വയസ്സുള്ള അവര് ഒറ്റ മകൻ മാത്രം, 2 മക്കളുണ്ട്. അതിൽ ഒരു മകളെ കെട്ടിച്ചു വിട്ടു, പിന്നെ ഒരു ഇളയ മകനുണ്ട്. ഇവരുടെ മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് ഇവർക്ക് കുറച്ച് പൈസ ആവശ്യമായി വന്നപ്പോൾ ഒരു സ്ഥലം ഒറ്റി കൊടുക്കുക എന്ന് പറഞ്ഞൊരു സംവിധാനം ഹൈ റേഞ്ചിലുണ്ടായിരുന്നു. ആ സ്ഥലം വേറൊരാൾക്ക് കുറച്ച് നിശ്ചിത കാലത്തേക്ക് ആ സ്ഥലത്തെ ആദായമെല്ലാം എടുക്കുന്നതിനായിട്ട് നൽകുന്നു. അവർക്ക് ഒരു വീടും പറമ്പും 3-4 വർഷത്തിന്, അത് ഒരു നിശ്ചിത കാലത്തേക്ക് അവർ ഉപയോഗിച്ച് കൊടുക്കുന്നു. അപ്പൊ അവിടുത്തെ ആദായമെല്ലാം അവർക്ക് എടുക്കാം, അവിടെ താമസിക്കാം. അതിന് ഒരു നിശ്ചിത തുക. അപ്പൊ അത് ലക്ഷങ്ങളാണ് ആ തുക. അപ്പോൾ ഈ ഒറ്റി വിഷയത്തിൽ 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഒറ്റി മേടിച്ചയാള് ഇത് തിരിച്ചു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഒരു തമിഴ്നാട്ടിലുള്ള ഒരു വ്യക്തിയാണ് ഇത് മേടിച്ചത്. അയാൾ അത് തിരിച്ചു കൊടുക്കുകയില്ല. ഇവര് പാവപ്പെട്ട മനുഷ്യരാണ്,
ഭീഷണിപ്പെടുത്തി ഈ സ്ഥലം കൈക്കലാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ ഒറ്റ മേടിച്ചയാൾക്കുണ്ടായത്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മകള് സ്ഥലത്തില്ല, ഭർത്താവ് മരിച്ചുപോയി, മകൻ ചെറിയ ആളാണ്, 16 17 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തിയോട് എനിക്ക് കൂടുതൽ സംസാരിക്കണം, എനിക്ക് രണ്ട് പറയണം, ഇവനെ രണ്ട് വർത്താനം പറയണം, അതാണ് ഇവർക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അവർക്ക് ടങ്ങില്. എന്തുകൊണ്ട് ടങ്ങിലുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് എന്തുകൊണ്ട് സെൽഫ് ഡീവാലുവേഷൻ ഉണ്ടായില്ല, അവരില്ലെങ്കിൽ അവർക്ക് ആങ്കർ എന്തുകൊണ്ടുണ്ടായില്ല എന്നൊന്നും നമുക്ക് പറയാനാവില്ല. പക്ഷെ ഉണ്ടായത് ഇതാണ്. അപ്പം അവർ പറഞ്ഞത് ഇതാണ്, എനിക്ക് അയാളോട് കുറേ പറയണമെന്ന് തോന്നി, പക്ഷെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അതായിരുന്നു ഇവരുടെ കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റിന്റെ ഫലമായിക്കൊണ്ട് അവരുടെ നാക്കിൽ ഇങ്ങനെ വളരെ ഒരു ട്യൂമർ ഫോർമേഷൻ ചെയ്തു. അത് എൻഡോഡെർമലാണ്. നാക്ക് അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എക്ടോഡേമിലുള്ള ഇതാണ്. പക്ഷെ സബ്മ്യൂക്കോസൈലായതിനാലാണ് അവിടെ എൻഡോഡെർമൽ സെൽ ഗ്രോത്ത് ഉണ്ടാകുകയും ഒരു ട്യൂമർ ഫോർമേഷൻ ഉണ്ടാകുകയും ചെയ്തത്. അത് പുറത്തേക്ക് വരാതെ അകത്ത് തന്നെ ആണ് ട്യൂമർ ഉണ്ടായത്. അപ്പൊ ആ രോഗി ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വന്നു. അവർ നമ്മുടെ മെഡിസിൻ നൽകിയത് നൈട്രിക് ആസിഡ് ആണ് ഞാൻ നൽകിയ മെഡിസിൻ. നൈട്രിക് ആസിഡും അതിനോടൊപ്പം അവർക്ക് കുറെ കംപ്ലൈന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ താൽക്കാലികമായിട്ടുള്ള ഓരോ മെഡിസിൻ നൽകി. 1/8/2025 ശേഷം ഇന്നിപ്പോ 11ാം മാസത്തിൽ ഇന്നിപ്പോ 21ാം ദിവസമായിരുന്നു. ഈ ഇത്രയും കാലങ്ങൾ കൊണ്ട് അവർ സുഖമായിട്ട് തിരിച്ചു വന്നു. അവരുടെ കോൺഫ്ലിക്റ്റ് അവർ മനസ്സിലാക്കി. ഇനി അവർക്ക് വേറൊരു ആശയം, അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ, സാധാരണഗതിയിൽ അവരെല്ലാം പറയുന്നത് അവരുടെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് ഉണ്ടാവുകയും മറ്റു ഭാഗങ്ങളിലേക്ക് രോഗം പോകാം, അതിനാൽ കീമോതെറാപ്പി വേണം. അതെല്ലാം മാറി ഇപ്പോൾ അവർ ജോലിക്ക് പോവുകയും ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയും സുഖമായി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായി എന്ന് പറയുമ്പോൾ ഒരു ഭാഗമില്ല എന്നൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കേസായിരുന്നു അത്. അപ്പം ഈ നമുക്ക് ഒരു സർജറിക്ക് ശേഷം അവരുടെ കീമോതെറാപ്പിയിൽ നിന്നും അല്ലെങ്കിൽ റേഡിയേഷൻസിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഈ ഒരു അറിവാണ്. അപ്പോൾ എനിക്ക് വേറൊരു കേസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തൈറോയിഡ് ക്യാൻസർ എന്ന് കണ്ടെത്തിയതിന് ശേഷം, തൈറോയിഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റേഡിയേഷൻ നടത്തി. അതൊരു 75 വയസ്സുള്ള ഒരു ലേഡി റേഡിയേഷൻ നടത്തിയപ്പോൾ 2 സലൈവറി ഗ്ലാൻസും ആ റേഡിയേഷന്റെ ഫലമായിക്കൊണ്ട് അവിടെ പൊള്ളലേറ്റ് സലൈവ ഇല്ലാതാവുകയും കറുത്ത്, ഇത്രയും ഭാഗം എല്ലാം കറുത്ത്, അപ്പം കംപ്ലീറ്റ് ഒരു പൊള്ളലേക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും മുഖത്തുണ്ടാകുന്ന റേഡിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലൈവറി ഗ്ലാൻഡിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതിനെല്ലാം ഹോമിയോപ്പതി മെഡിസിൻസ് കൊണ്ട് കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് റേഡിയേഷനെ പോലും നിങ്ങൾക്ക് റേഡിയേഷൻ നടത്തണ്ട എന്ന് ഉറപ്പായിട്ട് അല്ലെങ്കിൽ ശക്തമായിട്ട് തന്നെ പറയാൻ നമുക്ക് സാധിച്ചു എന്നത് ഈ GSK നോളജാണ്. ഇതാണ് നമുക്ക് GSK അറിവ് കൊണ്ടുണ്ടായത്. അതിനോടൊപ്പം തന്നെ നമുക്ക് അതല്ലെങ്കിൽ ഈ ഒരു കേസിനെ നമ്മൾ എന്ത് ചെയ്യും? സാധാരണക്കാരായ വ്യക്തികൾ അല്ലെ സാധാരണക്കാരായ ഡോക്ടർമാരെന്ന രീതിയിൽ നമുക്കാണെങ്കിൽ ഒത്തിരി പരിമിതികളുണ്ട്. സമൂഹം പറയുന്നതിന്, നമ്മൾ പറയുന്നതിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. ഇവിടെ രോഗി ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ രക്ഷപ്പെടുത്താൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞ കാർസിനോമ ടങ്. 55 വയസ്സുള്ള ഈ അടുത്ത ദിവസവും എൻ്റെ അടുത്തെത്തി, സുഖമായിട്ടിരിക്കുന്നു. അവർ ഏകദേശം കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം മകൻ എന്നോട് വന്ന് ചോദിച്ചു ജോലിക്ക് പോകുന്നതിന്. ഞാൻ പറഞ്ഞു എല്ലാ ജോലിയും ചെയ്തുകൊട്ടെ, വേലക്കാടിന്റെ ജോലി ചെയ്യാം, അവരുടെ സ്വന്തം ജോലി ചെയ്യാം. കാരണം അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു, അവരുടെ സ്ഥലവും തിരിച്ചു കിട്ടി. ആ സ്ഥലമെല്ലാം തിരിച്ചു കിട്ടിയതിനാൽ തന്നെ അവരുടെ കോൺഫ്ലിക്റ്റുകളെല്ലാം തന്നെ റിസോൾവ് ആയി എന്ന് ഒരു സന്തോഷ വർത്തമാനമുണ്ട്. അപ്പം പല കേസുകളിലും പരാജയം ഉണ്ടായാലും നമുക്ക് വിജയിക്കുന്ന ധാരാളം കേസുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇനി നമുക്കിപ്പോൾ 9:41 എനിക്ക് 2 കേസുകൂടെ പറയാനുണ്ട്. കേസ് പറയുന്നതിന് മുമ്പായിട്ട് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഡോക്ടർ ദേവാനന്ദ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് പറയാം. ശശി ഡോക്ടർ, ഈ പകർച്ചവ്യാധികളൊക്കെ ഉണ്ടല്ലോ, പകർച്ചവ്യാധികൾ ഈ ഗണത്തിനകത്ത് വരുന്നതാണോ?
പകർച്ചവ്യാധികളും ഗണത്തിനകത്ത് വരുന്നത് തന്നെയാണ്. എല്ലാ അതും അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം മൈൻഡാണ് അവിടെ ഏറ്റവും വലിയ. അപ്പൊ കോവിഡിനെ പറ്റി ഡോക്ടർ വർഗീസ് ധാരാളം ക്ലാസ്സുകൾ പലപ്പോഴും എടുത്തിട്ടുണ്ട്. നമുക്ക് ഫിയർ ഉണ്ടാകുമ്പം ഏത് തരത്തിലുള്ള പകർച്ചവ്യാധികളും ഇപ്പൊ ചിക്കൻ ബോക്സ് വരികയാണെങ്കിൽ നമുക്ക് ചിക്കൻ ബോക്സ് ഒരു സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. പക്ഷെ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് അവർക്ക് ഒരിക്കൽ മാത്രം വരുന്നതെന്ന്. ആ ഒരിക്കൽ മാത്രം എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു സൈറ്റ്, ബ്രെയിൻ ആൻഡ് ഓർഗൻ എല്ലായിടത്തും വരികയാണ്. അപ്പോൾ അവിടെ ബ്രെയിനിലും ഇത് ഉണ്ടായതുകൊണ്ട്, സൈക്കിലും ഉണ്ടായതുകൊണ്ട് ഒരു വൈറസ് അതിനെ നമുക്ക് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഇമ്മ്യൂണിറ്റി കിട്ടും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് ചിക്കൻ ബോക്സ് ഒരിക്കൽ മാത്രം ജീവിതത്തിൽ വരുന്നതെന്ന് പിടികിട്ടിയുള്ളൂ. പക്ഷെ ചിക്കൻ ബോക്സിന്റെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പും ചിക്കൻ ബോക്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ചിക്കൻ ബോക്സ് ഉണ്ട്. അപ്പം ചിക്കൻ ബോക്സ് നമ്മൾ പഠിച്ചതനുസരിച്ചിട്ടാണെങ്കിൽ ഈ വൈറസ് എല്ലാം എപ്പോഴും മ്യൂട്ടേറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഇപ്പൊ കോവിഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോവിഡിന് ആൽഫ, ബീറ്റ, ഗാമ, ഒമിക്രോൺ 1, A, 2, B എന്തെല്ലാം വന്നു. സിംറ്റംസ് എല്ലാം ഒരുപോലെയാണ്. അതാണ് ഏത് തരത്തിലുള്ള പകർച്ചവ്യാധിയെ പറ്റിയും അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അവിടെയും നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ അതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. ഭയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കരുതാത്ത, നമ്മൾ പോലും വിചാരിക്കാത്ത ഭയം നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ നമുക്ക് പോലും അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് ഭയമില്ലെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാം, പ്രത്യേകിച്ച് കോവിഡിന്റെ ഒരു കാലം നിങ്ങൾ ഓർക്കുക. ഭയം എന്നെ ഇത് ബാധിക്കുകയല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഓടിച്ചിട്ട് പിടിച്ച്, പ്രത്യേകിച്ചും PPE കിറ്റ് ഒക്കെ ഇട്ടിട്ട് ഓരോരുത്തരും ഓടിച്ചൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെല്ലാം നമുക്ക് കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ ഡോക്ടർ വർഗീസ് ക്ലാസ് എടുത്തിരുന്നല്ലോ. നേസൽ മ്യൂക്കോസ പ്രോഗ്രാം ആണ് കോൾഡ് ഫ്ലൂ. അപ്പൊ അതൊക്കെ എപ്പോഴും നമ്മളിൽ ചെറിയ ചെറിയ സാഹചര്യമാണ്. നമുക്കിപ്പോ പലപ്പോഴും കഴിഞ്ഞ ദിവസം ടോൺസിലൈറ്റിസിന്റെ കാര്യം, 2 വശത്തും ടോൺസിലൈറ്റിസ് ഉണ്ടാകുന്നത് ഇഷ്ടമുള്ള സാധനം കിട്ടിയില്ല, ഇഷ്ടമില്ലാത്ത സാധനം കഴിക്കുകയും ചെയ്യുന്നു. 2 വശത്തും വേണമെങ്കിൽ ടോൺസിലൈറ്റിസ് ഉണ്ടാകാം. അപ്പൊ കോമൺ ഫ്ലൂവിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും കാലാവസ്ഥയെ പറ്റി മുൻകൂട്ടി നമ്മുടെ കാരണവന്മാരെല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മഴ നനഞ്ഞാൽ പനി പിടിക്കും. അപ്പൊ ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം എന്താണ്, നമ്മൾ കോൺഫ്ലിക്റ്റഡ് ആവുകയാണ്, നിങ്ങൾക്ക് പനി പിടിക്കും. മാത്യുവിനോടൊന്ന് പറഞ്ഞോട്ടെ. അതായത് GSKയിൽ ഒരിക്കലും ഈ പകർച്ചവ്യാധികൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇൻഫെക്ഷൻ തിയറി എന്ന് പറയുന്ന അക്സെപ്റ്റ് ചെയ്യുന്നില്ല ബിക്കോസ് ഓഫ് 4th ബയോളജിക്കൽ ലോ. അല്ലെങ്കിൽ എപ്പിഡെമിക്, പാൻഡമിക്, ഇൻഫെക്ഷ്യസ് ഡിസീസ്, കണ്ടേജിയസ് ഡിസീസ് ഇതൊന്നുമില്ല. കാരണം വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, മൈക്രോബാക്ടീരിയ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അല്ലാതെ പുറത്തുനിന്ന് വന്നിട്ട് നമ്മളെ രോഗിയാക്കുന്ന ഒരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് ഇൻഫെക്ഷൻ തിയറി എന്ന് പറയുന്ന ഹൈപ്പോത്തീസിസ് GSK അംഗീകരിക്കുന്നില്ല. എന്നാൽ എപ്പോഴും ഒരു ക്ലാസ്സിൽ ഇതിന്റെ സ്കോപ്പിന്റെ പുറത്തുള്ള എന്തൊക്കെയോ രോഗത്തെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അതെന്തുവായിരുന്നു, ഞാൻ അങ്ങ് മറന്നുപോയി. വിച്ച് ഈസ് ഔട്ട് ഓഫ് ഈ GHKയുടെ പരിധിക്കകത്തുള്ളതല്ല എന്ന് പറഞ്ഞ് എന്തോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. 3 കാര്യങ്ങളാണ് എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇഞ്ചുറി, ട്രോമ, ആക്സിഡന്റ്, ഫോൾ, ബേൺ, അങ്ങനെയുള്ള ആക്സിഡൻസ്. നമ്പർ 2 പോയ്സണിങ്. നമ്പർ 2 പോയ്സണിങ്. അത് അനിമൽ പോയ്സണിങ് ആകാം, കെമിക്കൽ പോയ്സണിങ് ആകാം, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആകാം, വാട്ടർ കണ്ടാമിനേഷൻ ആകാം, അങ്ങനെയുള്ളത്. നമ്പർ 3 മാൾ ന്യൂട്രീഷൻ. അതായത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഓഫ് ദി ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ദർ വിൽ ബി സിംറ്റംസ്. അതിനെ നമ്മൾ ഡിസീസ് എന്ന് വിളിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ആശുപത്രി പോയേക്കുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് ഒരിക്കലും നാച്ചുറൽ ഡിസീസ് അല്ല. അതുകൊണ്ട് ദേ ഡോണ്ട് ഫാൾ വിത്തിൻ ദി ഫ്രെയിംവർക്ക് ഓഫ് ദിസ് കോൺഫ്ലിക്ട്സ്. ഞാൻ ഇപ്പൊ പറഞ്ഞ CA ടങ്ങിനെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും. നമ്മൾക്കിതൊരു സജീവമായ ഒരു ക്ലാസ് ആക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴും എല്ലാവർക്കും ധാരാളം സംശയമുണ്ട്.
ആ ട്യൂമറുമായിട്ട് ഡോക്ടർ ശശിയുടെ അടുത്ത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപേ വരികയും അവരെ എന്തുകൊണ്ടാണ് അത് ഉണ്ടായതെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ചെറിയൊരു റപ്ചർ വന്നിട്ട് അത് ബേസ്റ്റ് ഔട്ട് ആകും. കാരണം ട്യൂബർക്കുലോസിസ് അല്ലെ ഫംഗസ് വരും, അവിടെ വൈറ്റിഷ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. അത് ഫംഗസ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുക. ട്യൂബർക്കുലോസിസ് ഉണ്ടാകും, ചെറിയൊരു ഫീവറിഷോ അല്ലെങ്കിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഇതായിട്ട് പറയുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് മിനിമം ഡാമേജ് ഓഫ് ടിഷ്യൂ കൊണ്ട് അത് ഹീൽ ആകുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വി വിൽ നോട്ട് ഗെറ്റ് സച്ച് കേസസ്. അതുമല്ല, അങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മളുടെ ഈ നമ്മൾ അറിവ് നൽകുന്നത് അവർ പകർന്ന് നൽകുന്നുണ്ടെങ്കിലും പലപ്പോഴും രോഗിയുടെ ബന്ധുക്കളും അതിനോട് തിരിച്ചു നിൽക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഒരു കേസ് പറയാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഡോക്ടേഴ്സ്? എല്ലാവരും അൺമ്യൂട്ടാണ്. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഓർമ്മയാണ്? കേൾക്കാം ഡോക്ടർ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ? പറയുന്നുണ്ടോ? ആരാണ് ഡോക്ടർ? ഇല്ല, എന്റെ പേര് ഡോക്ടർ റീന. കേൾക്കുന്നുണ്ട്. ശരി. എന്തെങ്കിലും സംശയം ഉണ്ടോ ഡോക്ടർ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെ വന്ന ഒരു കേസാണ് എൻ്റെ അടുത്ത്. ഒരു 3 മാസം മുമ്പ് വന്ന ഒരു കേസ്. 62 വയസ്സുള്ള ഒരു ലേഡി. അവര് കൂലിപ്പണിക്ക് എടുക്കുന്ന 62 വയസ്സുള്ള ഒരു ലേഡിയുടെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ കാർസിനോമ, ലെഫ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ. അവര് തീരെ പാവപ്പെട്ട, ഭർത്താവ് മരിച്ച 2 ആൺകുട്ടികളുള്ള ഒരു ലേഡിയാണ്. അവർക്ക് വീട് തന്നെ ഇല്ല. പക്ഷെ അവർക്ക് ഈ പഞ്ചായത്തും മറ്റുള്ളവരൊക്കെ വീട് വെച്ച് നൽകുകയും അങ്ങനെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന അവർക്കാണ് ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ടായി, ലെഫ്റ്റ് ബ്രസ്റ്റ്. അപ്പൊ അവര് ആദ്യമേ എൻ്റെ അടുത്തൊന്നും വന്നില്ല. അവര് സ്വാഭാവികമായി ഹോസ്പിറ്റലിൽ പോയി. ട്യൂമറുണ്ട്. അതിനുശേഷം ആദ്യമേ തന്നെ അവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും അവർക്ക് കീമോതെറാപ്പിയാണ് നടത്തിയത്. അപ്പൊ കുറേ കീമോതെറാപ്പി നടത്തിയതോടുകൂടി അവരുടെ മുടിയെല്ലാം നഷ്ടപ്പെട്ട്, നമുക്കറിയാമല്ലോ കീമോതെറാപ്പി നടത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. അപ്പം മുടി നഷ്ടപ്പെട്ടു, ഭക്ഷണം കഴിക്കാൻ പറ്റാതായി, തീരെ അവശതയായി. എന്താണെങ്കിലും അവര് പറഞ്ഞ ഫുൾ കോഴ്സ് കീമോതെറാപ്പിക്ക് പറ്റിയില്ല. അതിനുള്ളിൽ തന്നെ ഇവർ ഏകദേശം അവശതയായി. അവരുടെ ബ്ലഡ് പിക്ചറിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോയി, മെലിഞ്ഞു പോയി. അപ്പം എണീറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത ഒരവസ്ഥയിൽ ഇനി കീമോതെറാപ്പി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന അവസ്ഥയിൽ അവരുടെ വീടിനടുത്തുള്ള ആരോ പറഞ്ഞ് എൻ്റെ അടുത്ത് അവർ വന്നു. അപ്പം എൻ്റെ അടുത്ത് അവർ വരുമ്പോൾ തീരെ അവശതയായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ പ്രോബ്ലം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമേ അവര് എൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ഇളയ മകൻ കൂടി ഉണ്ടായിരുന്നു. ഇളയ മകന് 30 വയസ്സ്. പ്രത്യേകിച്ച് ഒരു ബാറിൽ ജോലിക്ക് നിൽക്കുന്നു, ഒരു ഹോട്ടലിലെ ബാറിൽ ജോലിക്ക് നിൽക്കുന്നു. മൂത്തയാള് ഒരു സ്വകാര്യ കമ്പനിയിൽ ഒരു ബേക്കറിയിൽ ജോലിക്ക് പോകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവരുടെ മക്കളാണ്. മൂത്ത മകന് 35 വയസ്സ്, ഇളയ മകന് 30 വയസ്സ്. ഈ 2 മക്കളും ഒരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഉള്ളവരല്ല. മൂത്തയാള് രാവിലെ ചോറുണ്ടാക്കി കൊടുക്കണം. അമ്മ ചോറുണ്ടാക്കി കൊടുത്ത് പൊതിഞ്ഞു കെട്ടി കൊടുത്തു വിടും. അത് കൊണ്ടുപോകുന്നു. വൈകുന്നേരം കിട്ടുന്ന പൈസ മുഴുവനും മദ്യപിച്ച് തിരിച്ചു വരുന്നു. ഇവർക്കൊരു വിവാഹമാകുന്നില്ല. ഈ മക്കളെ പ്രതി ഇവര് വല്ലാതെ വിഷമിക്കുകയാണ്. ഈ അമ്മ മക്കളെ പ്രതി വിഷമിക്കുന്നു. അതുകൊണ്ടാണ് ലെഫ്റ്റ് ബ്രസ്റ്റിൽ കാർസിനോമ ഉണ്ടായത്. അപ്പം ഞാൻ ഇവരോട് ഇത് സംസാരിച്ചു, നിങ്ങൾ മക്കളെ പ്രതിയുള്ള പ്രശ്നം. അപ്പൊ അവര് പറയുകയാണ്, ഞാൻ എന്നാ ചെയ്യാന്, ഇപ്പൊ ഞാൻ പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ചികിത്സിക്കാൻ തുടങ്ങിയെങ്കിലും ഇവരുടെ കണ്ടീഷൻസിന് ഒരു വ്യത്യാസമില്ല. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊന്നും ഇവർക്ക് ആർക്കും ഇല്ല. മകനാണെങ്കിൽ അപ്പൊ ഒരു ദിവസം എന്നോട് ചോദിച്ചു, കുടി നിർത്താനുള്ള എന്തെങ്കിലും രഹസ്യമായിട്ട് കൊടുക്കാനുള്ള മരുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, മകൻ കുടിച്ചേച്ചു എന്ന് വീട്ടിൽ കിടന്നു മുള്ളും, ബെഡ് ഒന്നും കിടന്ന് മൂത്രം ഒഴിച്ചു.
ശരിക്കും ഒരു അമ്മ, 62 വയസ്സുള്ള ഒരു അമ്മ, 35 വയസ്സുള്ള മകൻ, ആ മകന് ജോലിക്ക് പോകും, മദ്യപിക്കും, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വീട്ടിലൊരു ഭക്ഷണ സാധനം പോലും മേടിച്ചു കൊണ്ടുവന്ന് കൊടുക്കാതെ ഈ കുട്ടികളെ പ്രതി ഈ അമ്മ ഇങ്ങനെ തീ തിന്നുകയാണ്. അതായത് നീറി ദഹിക്കുകയാണ്. ഇളയ കുട്ടി പിന്നെ മരുന്ന് മേടിക്കാനുള്ള കാശൊക്കെ കൊടുക്കും, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോകും, അസുഖം ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ കൊണ്ടുപോകും. അപ്പം ഇവരെ ഞാൻ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി. പക്ഷെ അവരുടെ ഗ്രോത്ത് ഒരു ശകലം പോലും കുറയുന്നില്ല. ഞാൻ പല മെഡിസിൻസിനും മാറി നൽകി, പക്ഷെ വ്യത്യാസം വന്നിട്ടില്ല. കാരണം അവിടെ എനിക്ക് തോന്നുന്നു എൻ്റെ ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിട്ടില്ല. ശരിക്കും ഒരു കറക്റ്റായ ഒരു മെഡിസിൻ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ ഗ്രോത്ത് നിർത്താൻ കഴിഞ്ഞേനെ. ഇപ്പോഴും ഞാൻ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് എന്തുകൊണ്ടാണോ ഈ രോഗമുണ്ടായത് ആ കണ്ടീഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നു, എന്നും ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിനെ ഒരിക്കലും ഹീൽ ചെയ്യാൻ ഇവർക്ക് സാധ്യമാകുന്നില്ല. അപ്പൊ ഞാൻ അവരോട് ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, ഞാനിതെല്ലാം പോട്ടെ എന്ന് വിചാരിക്കും, എന്നാലും എന്നുള്ള ആ ചോദ്യമുണ്ട്. മക്കളല്ലേ, ഡ്രസ്സ് പോലും അവർ അലക്കുകയില്ല, അമ്മ അലക്കി കൊടുക്കണം. ഈ എണീറ്റ് നിൽക്കാൻ മേലാത്ത രോഗിയായ അമ്മ ഡ്രസ്സ് വരെ അലക്കി കൊടുത്തില്ലെങ്കിൽ അതുപോലും ഉപയോഗിക്കാത്ത, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു മേഖലയായിപ്പോയി. അപ്പം അവിടെ ശരിക്കും ഞാൻ ഇപ്പോൾ നിലവിൽ ഈ അടുത്ത ദിവസവും എൻ്റെ അടുത്ത് ആ രോഗി വന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, പെയിനൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ട് ഇപ്പോഴും ഗ്രോത്ത് വളരുന്നുണ്ട്. ഞാൻ അവർക്ക് അഷുറൻസ് നൽകുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മുടെ മെഡിസിൻസും നൽകുന്നുണ്ട്. പക്ഷെ ഒരു 3-4 മാസമായി വ്യത്യാസം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ചിലപ്പോൾ നമ്മളെല്ലാം മിക്കവാറും ഉള്ള ഡോക്ടർമാർ ഹോമിയോപ്പതി ഡോക്ടർമാരാണ്. ആ ഹോമിയോപ്പതി ഡോക്ടർമാർ എന്ന നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു സിമിലിമം കൊടുത്തിരുന്നെങ്കിൽ മാറ്റാമായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. പക്ഷെ സാധിച്ചിട്ടില്ല, കാരണം ഇവിടെ സാഹചര്യങ്ങൾ മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് സാഹചര്യങ്ങൾ മാറാതിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുമോ, അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഡോക്ടർ വർഗീസ് അതിന് ഒരു ഉത്തരം നൽകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ. നമുക്ക് പലപ്പോഴും സാഹചര്യങ്ങൾ മാറിക്കൊണ്ട് അല്ല നമ്മൾ ചികിത്സിക്കേണ്ടത്. GSK ആയാലും ഹോമിയോപ്പതി ആയാലും. ഹോമിയോപ്പതിയിൽ നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് ആ പേഷ്യൻറ്റിന് മക്കളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ ലെവലിൽ വേണം നമ്മുടെ മെഡിസിൻ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ട്യൂമർ കുറച്ച് തരാമെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ട്യൂമർ എന്തിനാണെന്നുള്ളത് രോഗിയെ മനസ്സിലാക്കിയാണ്ട് ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന പേഷ്യൻ്റ് ഭയങ്കര റിവെഞ്ച്ഫുൾ ആയിരിക്കാം, നേരത്തെ പറഞ്ഞ പോലെ നൈട്രിക് ആസിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺഫോർഗീവിങ് ആയിട്ട് ഭയങ്കര ഗ്രീവ്ഡ് ആയിട്ടുള്ള നാട്രമൂർ ആവാം, അല്ലെങ്കിൽ ഇവരോട് ഒരു സ്നേഹം എനിക്കിപ്പോൾ തോന്നുന്നില്ല, വൈരാഗ്യം, അങ്ങനെ സെപ്പിയ ആവാം. അപ്പോൾ ഏത് മെഡിസിൻ ആണെന്നുള്ളത് അനുസരിച്ചിട്ട് അത്രയും ഡീപ്പായിട്ടുള്ള ആ ഒരു മെയിൻറ്റെയിനിങ് കോഴ്സിൽ നമുക്ക് മാനേജ് ചെയ്യാം. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത്, GHKയിൽ ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സാഹചര്യങ്ങളെ മാറ്റാൻ ഒരു ഡോക്ടർക്കും പറ്റത്തില്ല. കാരണം ആ മകനിൽ നിന്ന് കിട്ടേണ്ട 1 ലക്ഷം രൂപ മാസം തോറും നമുക്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല എല്ലാ രോഗികൾക്കും. അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ അത് ബോധ്യമാകാത്ത ഒരു ലേഡിയാണെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നത്, there are 2 levels of healing. One is psychic resolution, number 2 is spiritual resolution. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആയുധം അവിടെയാണ്. അപ്പം അതും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഈ അനുഗ്രഹം എന്ന് പറയുന്നതില്ലെങ്കിൽ ഈ പറയുന്ന അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയാണ്. അപ്പം അവരോട് മക്കളെ അവർക്ക് കിട്ടിയത് അവരുടെ നമ്മൾ അറിയത്തില്ലാത്തൊരു ഭാഗ്യമായിട്ട് അവർ കണക്കാക്കണം. അവർക്ക് 2 മക്കളില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു, അച്ഛനില്ലായിരുന്നപ്പം അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് അവർക്കുണ്ട്. അങ്ങനെ നമ്മൾ കാണാതെ പോകും, മാനുഷികമായിട്ട് പറയുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതിനെയൊക്കെ കാണാതിരുന്നിട്ട് അവരുടെ മനസ്സ് എപ്പോഴും ഇവരെനിക്കൊന്നും കൊണ്ടൊന്നും തരുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ എങ്ങനെ ഞാൻ പഠിക്കാതെ എങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പറയുന്നത് ശരിയല്ല. എന്നാലും അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് ഈ 2 ലെവലിലുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. അതനുസരിച്ച് അപ്പം നമുക്ക് ക്ലിക്ക് ചെയ്യും ഏതാണ് അവരുടെ കറക്റ്റ് മെഡിസിൻ. നാട്രമോർ ആണോ, അല്ലെങ്കിൽ ഓറമെറ്റ് ആണോ, അല്ലെങ്കിൽ സെപ്പിയാണോ, നൈട്രിക് ആസിഡ് ആണോ. അപ്പോൾ അവരുടെ ഡീപ്പർ ലെവലിൽ അത് കിടക്കുന്നതുകൊണ്ടാണ് അത് ഹീലാവാത്ത, സുഖമാകാത്ത പോകുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നിയർ ആയിട്ടുള്ള മെഡിസിനിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ. അല്ല, അതെനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് 62 വയസ്സ് ഞാൻ പറഞ്ഞില്ല, അവര് സ്കൂളിൽ പോയിട്ടില്ല. ഒരു കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലയിൽ കയറുന്നില്ല. അവർക്ക് ആകെ അറിയാവുന്നത് എനിക്ക് രോഗമുണ്ട്, രോഗത്തിനെ നമ്മൾ മാറ്റണം. അതാണ് വേറൊരു പ്രോബ്ലം. ഓക്കെ, നമുക്കിന്ന് ഒരു കേസും കൂടി ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ആ കേസിനെ പറ്റി നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. അപ്പൊ നിങ്ങൾ ഓരോ വ്യക്തികളും, നമ്മൾ ഓരോ ഡോക്ടർമാരും നിങ്ങളുടെ വ്യക്തിപരമായ കേസാണെങ്കിലും അതല്ല സ്വന്തമായിട്ടുള്ളതാണെങ്കിലും ആശയപരമായ നല്ലത് നിങ്ങൾ ഐഡന്റിറ്റി ഇല്ലാതെ തന്നെ നമുക്കത് പറയാൻ കഴിയും, നമുക്ക് സാധിക്കാം. അപ്പൊ എങ്ങനെയാണ് ഒരു കേസ് സോൾവ് ചെയ്യുന്നത്, നമ്മുടെ അടുത്ത് എത്തുന്ന ഒരു രോഗിയെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പ്രാക്ടിക്കലായിട്ടും കൂടെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമായിട്ട്. അപ്പം ഓരോ വിഷയത്തിലും ഓരോ ഓർഗനെ പറ്റിയും ഡോക്ടർ വർഗീസ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് ഇനി കയറി ഇടപെടാത്തത്. അപ്പൊ നമ്മൾ കോൺഫ്ലിക്റ്റിനോടൊപ്പം തന്നെ കോൺസ്റ്റലേഷൻസിനെ പറ്റിയും നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുന്നു. കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഓർത്തിരിക്കണം, തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരിക്കും പലപ്പോഴും ബ്രെയിൻ സ്റ്റം ആണെങ്കിലും അതല്ല ഏത് ബൈലാറ്ററൽ സിമെട്രിക്കൽ ആയിട്ടുള്ള ഏത് ഭാഗത്തെങ്കിലും ഒരു സിംഗിൾ കോൺഫ്ലിക്റ്റിനെ ഉള്ളത് ഒന്നിലധികം കോൺഫ്ലിക്റ്റ് ഒരേ സമയത്ത് തലച്ചോറിൽ ബാധിക്കുമ്പോഴാണ് കോൺസ്റ്റലേഷൻ എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ആ കോൺസ്റ്റലേഷൻസ് വഴിയായി ബ്രെയിൻ സ്റ്റം കോൺസ്റ്റലേഷൻസ് ഉണ്ട്, സെറിബ്രൽ മെഡുല കോൺസ്റ്റലേഷൻ ഉണ്ട്, കോർട്ടിക്കൽ കോൺസ്റ്റലേഷൻസിനെ ധാരാളം ഫ്ലൈയിങ് കോൺസ്റ്റലേഷൻ, നിംഫോ കോൺസ്റ്റലേഷൻസ്, ഓട്ടിസ്റ്റിക് കോൺസ്റ്റലേഷൻസ്, മിത്തോ കോൺസ്റ്റലേഷൻ, വൈറ്റ് കോൺസ്റ്റലേഷൻസ്, അങ്ങനെയുള്ള വ്യത്യസ്തമായ പേരുകളിൽ ധാരാളം കോൺസ്റ്റലേഷൻസ് ഉണ്ട്. നമ്മുടെ അടുത്തെത്തിയിരിക്കുന്ന പല രോഗികളും കോൺസ്റ്റലേറ്റഡ് ആണ്. ഒരു കുട്ടിയുടെ കേസ് തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അതൊരു ലേശം കൂടുതൽ സമയം എടുക്കുന്നതാണ്. അതുകൊണ്ട് അത് അടുത്ത ദിവസം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ സമയം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ടെസ്റ്റ് പേപ്പർ ഇട്ടാലോ ശശി ഡോക്ടറെ? അതായത് ഈ അവസാനം പറഞ്ഞ പേഷ്യന്റിന്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ട്യൂമറിന്റെ കോൺഫ്ലിക്റ്റ് പറയാനായിട്ട് എല്ലാവരോടും പറഞ്ഞ് കൈ പൊക്കാൻ പറഞ്ഞ് റേസ് ദെയർ ഹാൻഡ്സ്. പക്ഷെ എല്ലാരും ഉറങ്ങുവാണെന്നാ തോന്നുന്നത്, കേൾക്കുന്നുണ്ടോ സംശയമുണ്ട്. എത്ര പേർക്ക് അതിന്റെ കോൺഫ്ലിക്റ്റ് പറയാൻ പറ്റും? ശരിയാണ്, ലെഫ്റ്റ് ബ്രസ്റ്റിന്റെ കോൺഫ്ലിക്റ്റ്. Next worries from loved ones, either family കുട്ടികള്. members. ചിൽഡ്രൻ. Yes. വളരെ വളരെ കൃത്യമാണ്, വളരെ സ്പെസിഫിക് ആണ്. നെക്സ്റ്റ് വറി അബൌട്ട് ഹെർ ചിൽഡ്രൻ. റിസോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല, അതാണ്. ലെഫ്റ്റ് സൈഡ് ബാധിക്കുന്നതെല്ലാം അമ്മയും കുഞ്ഞും എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞിരുന്നല്ലോ. അതെ. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതലായി ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സുകൾ അതേ രീതിയിൽ തന്നെ പോകട്ടെ. നമുക്ക് ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തെറ്റ് സംഭവിക്കട്ടെ. തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. ആദ്യമേ തന്നെ കുതിരപ്പുറത്ത് കയറിയെങ്കിലല്ലേ വീഴാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് ചില തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകളോട് കൂടി തന്നെയാണ് നമ്മളിത് പഠിക്കുന്നത്. ഇതിന്റെ ഒരു ഗുണം ഇതാണ്, ഏത് കേസിനെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അനിത ഡോക്ടറെ, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ആരും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഒരു കേസ് ചോദിച്ചോട്ടെ ഡോക്ടറെ? ശരി. ആരാണ്? ഞാൻ വീണ. ശരി. ഈ മൂക്കിൽ കൂടെ ബ്ലഡ് വരുന്നത് ക്ലൈമറ്റ് മാറുമ്പോ
അവിടെ അത് ക്ലൈമറ്റ് മാറി എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ നേസൽ മ്യൂക്കോസ പ്രോഗ്രാമിന്റെ ഹീലിംഗ് സ്റ്റേജിലാണ് ബ്ലീഡ് ഉണ്ടാകുന്നത്. അവിടെ സെല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സെല്ല് നഷ്ടപ്പെടാനുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. ആ കാരണത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരു ട്രാക്കാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. നേസൽ മ്യൂക്കോസ പ്രോഗ്രാം വായിക്കണം. നേസൽ മ്യൂക്കോസ പ്രോഗ്രാം ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു സെൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെന്റ് കോൺഫ്ലിക്റ്റ്. എനിക്ക് ഈ അവസ്ഥ ഇഷ്ടപ്പെടുന്നില്ല, എനിക്കിതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഇനി അത് സബ് മ്യൂക്കോസയിലാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു പോളിപ്സ് പോലെ എന്തെങ്കിലും വന്നിട്ടുണ്ടാകാം, അതിന്റെ പേരിലും ആകാം. അപ്പോൾ ഈ ബ്ലീഡ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെല്ലുലാർ ലെവലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ്. സിംറ്റംസിൽ ഒരു ഡോക്ടേഴ്സ് എന്ന രീതിയിൽ നമ്മൾ കാണേണ്ടത് സെല്ലുലാർ ലെവൽ, സെല്ലുലാർ പതോളജിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ അതിനൊരു ഉത്തരം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ ഡോക്ടർ? താങ്ക് യു ഡോക്ടർ. ഓക്കെ. All discharges are happening in the healing phase, even if it is bloody discharge. താങ്ക് യു വർഗീസ് ഡോക്ടർ. നമുക്ക് അവസാനിപ്പിക്കാം. ഡോക്ടർ അനിത. ശരി സാറേ. അങ്ങനെ ആവാം. വേറെ ആർക്കും സംശയങ്ങളോ ക്വസ്റ്റ്യൻസോ ഒന്നും ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും എല്ലാവരും ഓരോ രണ്ടോ പേരെങ്കിലും മുൻകൂട്ടി പറയുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ അതിനെ ഡിസ്കസ് ചെയ്യാം. അതല്ലെങ്കിൽ അന്നേരം തന്നെ ചോദിച്ചാൽ, ഇപ്പം ദേവാനന്ദ് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ ഡോക്ടർ ഞാൻ പറഞ്ഞതുമായിട്ട് ഇച്ചിരി ഒരു ഡിഫറൻസിലാണ് ഡോക്ടർ വർഗീസ് പറഞ്ഞത്. പക്ഷെ ഡോക്ടർ വർഗീസ് പറഞ്ഞതാണ് അതിനകത്ത് കറക്റ്റ്. ഞാൻ പെട്ടെന്ന് അതിനെ ഒരു ഫെയർ ഡിസ്കസ്ഡ്, അത് ദേവാനന്ദ് മെയിലാണ്, അതായിരുന്നു പ്രശ്നം. ഞാനതിനെ അത്രയും പോയി നോക്കിയില്ല. Okay. But thank you, sir. Thank you for a wonderful session. Thank you all. Good night.